നമ്മളിടയിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും കാണും. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഒട്ടേറെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അത് പിന്നെയും വ്യത്യസ്ത അഭിപ്രായമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കാനോ? ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാനോ, യോജിച്ചിടപെടാനോ, യോജിച്ച് കാര്യങ്ങൾ നീക്കാനോ? അതിൻ്റെ പ്രത്യേകത നാം കണ്ടല്ലോ. അപ്പോൾ ഒറ്റക്ക് നടത്തുന്ന പരിപാടി അതിനേക്കാളും എത്രയോ വലുതാണ്, എത്രയോ വലിയ മാനമാണ് നാം ഒന്നിച്ചു ചേർന്ന പരിപാടിക്ക് ഉണ്ടാവുക. ഒന്നിച്ചു നീങ്ങാം. കക്ഷി രാഷ്ട്രീയ നിലപാടല്ല ഇത്. നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇതിൽ നമ്മുടെ നാട് നേരത്തെ കാണിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏക മനസ്സോടെ ഈ രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ ഒരേ മനസ്സോടെ നീങ്ങാൻ നമുക്കേവർക്കും കഴിയണം. ഒറ്റക്കൊറ്റക്കുള്ളത് അത്ര ഗുണമല്ല ചെയ്യുക. അതേസമയം യോജിച്ചതിൽ ഒരു കൂട്ടർ മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. അതായത് ഈ അവസരം ദുരുപയോഗിക്കാൻ തയ്യാറാകുന്ന തീവ്രവാദ ശക്തികൾ, വർഗീയ ശക്തികൾ, അവരെ നാം ഒഴിവാക്കണം. അവർക്കിതിൻ്റെ അടുത്തേ വരാൻ അനുമതി ഉണ്ടാവില്ല. അവര് വളരെ ചെറിയതല്ലേ. നമ്മൾ ഒന്നിച്ചാൽ എത്ര വലിയ മഹാശക്തിയാണ്. ആ ശക്തി പ്രകടിപ്പിക്കാനാവണം. ആ ശക്തിയുടെ മുന്നിൽ ഈ നിയമത്തെ റദ്ദ് ചെയ്യിക്കാൻ നമുക്ക് കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ട്.